പശ്ചിമേഷ്യയിൽ ഇറാനെ ഒരു പാഠം പഠിപ്പിക്കാൻ ഉറച്ചിറങ്ങിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലക്ഷ്യം ഇറാനിലെ തന്ത്രപ്രധാനമായ ഖാർ ദ്വീപ്. ഒറ്റനോട്ടത്തിൽ ഇത് അമേരിക്കയുടെ ഒരു വലിയ മാസ്റ്റർ സ്ട്രോക്കായി തോന്നാമെങ്കിലും സൈനിക വിദഗ്ധർ ട്രംപിന് നൽകുന്ന മുന്നറിയിപ്പ് വളരെ വ്യക്തമാണ്. വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട. കാരണം 100 വർഷം മുൻപ് ബ്രിട്ടന് കിട്ടിയ അതേ എട്ടിന്റെ പണി ഇപ്പോൾ അമേരിക്ക ചോദിച്ചു വാങ്ങാൻ പോവുകയാണെന്നാണ് ചരിത്രം ഓർമ്മിപ്പിക്കുന്നത്. ഇറാന്റെ സാമ്പത്തിക ജീവനാഡിയാണ് ഖാർ ദ്വീപ്. രാജ്യത്തെ 90% എണ്ണ കയറ്റുമതിയും നടക്കുന്നത് ഈ ദ്വീപ് വഴിയാണ്. ഇത് പിടിച്ചെടുത്ത് ഇറാനെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാനും ഹോർമൂസ് കടലിടുക്ക് തുറക്കാനും നിർബന്ധിതരാക്കാനുമാണ് ട്രംപിന്റെ പ്ലാൻ. ഇതിനായി 2200 മെറീനുകളുമായി USS ട്രിപ്പോളി എന്ന പടുകൂറ്റൻ യുദ്ധക്കപ്പൽ 2026 മാർച്ച് 28 പശ്ചിമേഷ്യയിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാൻ വെറുമൊരു കടലാസ് കടുവ മാത്രമാണെന്നും ഈ സൈനിക നീക്കം ഒരു ചെറിയ ഉല്ലാസയാത്ര പോലെ എളുപ്പമുള്ള കാര്യമാണെന്നുമൊക്കെയാണ് ട്രംപ് കരുതുന്നത്. എന്നാൽ ഇവിടെയാണ് ചരിത്രം ട്രംപിനെ നോക്കി ചിരിക്കുന്നത്. സൈനിക വിദഗ്ധർ ഈ നീക്കത്തെ താരതമ്യം ചെയ്യുന്നത് 1915 ബ്രിട്ടനും സഖ്യകക്ഷികളും നടത്തിയ ഗാലിപ്പോളി യുദ്ധത്തോടാണ്. ചരിത്രത്തിലെ ആദ്യത്തെ ആംഫിബിയസ് ഓപ്പറേഷൻ, അതായത് കരയിലും വെള്ളത്തിലും ഒരേ സമയം നടത്തിയ സൈനിക നീക്കമായിരുന്നു അത്. യൂറോപ്പിൽ നിന്ന് റഷ്യയിലേക്കുള്ള സമുദ്രപാതയുടെ നിയന്ത്രണം ഏറ്റെടുക്കാനും ഓട്ടോമൻ തലസ്ഥാനമായിട്ടുള്ള കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കാനുമായിരുന്നു ഈ ദൗത്യം. ശത്രു ദുർബലനാണെന്ന അമിത ആത്മവിശ്വാസമായിരുന്നു അന്ന് ബ്രിട്ടൻ പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലിനും ബ്രിട്ടീഷ് ജനറലുകൾക്കും ഉണ്ടായിരുന്നത്. എന്നാൽ സംഭവിച്ചതോ? ഡാർഡനലസ് കടലിടുക്കിലെ തിരിച്ചറിയാത്ത മൈനുകൾ തട്ടി ബ്രിട്ടീഷ് കപ്പലുകൾ തകർന്നു. നാവിക നീക്കം പൊളിഞ്ഞതോടെ കരസേനയെ ഇറക്കി. എന്നാൽ ഇടുങ്ങിയ കടൽ തീരങ്ങളിൽ അവർ കുടുങ്ങിപ്പോയി. ആദ്യഘട്ടത്തിൽ അയച്ച 200 സൈനികരിൽ 21 പേർക്ക് മാത്രമാണ് കരയ്ക്കടിയാൻ സാധിച്ചത്. ഉയർന്ന മലനിരകളിൽ നിലയുറപ്പിച്ച ഓട്ടോമൻ സൈന്യം അവരെ കൂട്ടത്തോടെ വേട്ടയാടി. ഓട്ടോമന്റെ തുർക്കിക്ക് 65,000-ഓളം സൈനികരെ നഷ്ടപ്പെട്ടെങ്കിലും ബ്രിട്ടന്റെയും സഖ്യകക്ഷികളുടെയും 46,000 പേർ കൊല്ലപ്പെടുകയും മൊത്തം 2.5 ലക്ഷത്തോളം സൈനികർക്ക് പരിക്കേൽക്കുകയോ ജീവൻ നഷ്ടപ്പെടുകയോ ചെയ്തു. ഗതികെട്ട് 1916 ജനുവരിയോടെ അവർക്ക് അവിടെ നിന്ന് ദയനീയമായി പിന്മാറേണ്ടി വന്നു. ഇന്ന് ഖാർ ദ്വീപിലും അമേരിക്കയെ കാത്തിരിക്കുന്നത് കൃത്യമായി ഇതേപോലൊരു കെണി തന്നെയാണ് എന്നാണ് വിലയിരുത്തലുകൾ വരുന്നത്. അന്ന് ഏഗിയൻ കടലിനെ മർമാന കടലുമായി ബന്ധിപ്പിക്കുന്ന 61 കിലോമീറ്റർ നീളമുള്ള ഡാർഡനലസ് കടലെടുക്കായിരുന്നു വില്ലനെങ്കിൽ ഇന്ന് വെറും 22 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഹോർമൂസ് കടലെടുക്കാണ് അമേരിക്കയ്ക്കുള്ള മരണക്കെണി. മാത്രമല്ല, അമേരിക്കയെ നേരിടാൻ ഇറാൻ ഈ ദ്വീപിനെ ഇതിനോടകം ഒരു കോട്ടയാക്കി മാറ്റിയിട്ടുണ്ട്. കടലിൽ മൈനുകൾ, മാൻപാർട്സ് എന്ന വിമാനഭേദക മിസൈലുകൾ, അത്യാധുനിക ആയുധങ്ങൾ എന്നിവ വിന്യസിച്ചു കഴിഞ്ഞു. ആയിരക്കണക്കിന് ഡ്രോണുകളും അറ്റാക്ക് ബോട്ടുകളും ഉപയോഗിച്ച് 4 പാടിൽ നിന്നും ഒരേ സമയം ആക്രമിക്കുന്ന സാച്ചുറേഷൻ വാർഫെയർ എന്ന ഒരു രീതിയാണ് ഇറാൻ ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഗാലിപ്പോളിയിലേതുപോലെ തന്നെ ദ്വീപിന് ചുറ്റുമുള്ള കുത്തനെയുള്ള മലനിരകൾ ഇറാൻ സൈന്യത്തിന് വലിയ മേൽക്കൈ നൽകുന്നു. താഴെ എത്തുന്ന അമേരിക്കൻ സൈനികരെ അവർക്ക് വളരെ എളുപ്പത്തിൽ നിരീക്ഷിക്കാനും ലക്ഷ്യം വയ്ക്കാനും സാധിക്കും. സ്വന്തം മണ്ണിൽ മതാത്മകമായിട്ടുള്ള ആവേശത്തോടെ പൊരുതുന്ന ഒരു സൈന്യത്തെ പരാജയപ്പെടുത്തുന്നത് എളുപ്പമല്ലെന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. എതിരാളിയെ വില കുറച്ച് കണ്ടതാണ് ഗാലിപ്പോളിയിൽ ബ്രിട്ടന് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. അന്ന് ബ്രിട്ടന് സംഭവിച്ചത് ഇന്ന് അമേരിക്ക ആവർത്തിച്ചാൽ ഖാർ ദ്വീപ് അവർക്കൊരു പേർഷ്യൻ ഗാലിപ്പോളിയായി മാറുമെന്നതിൽ സംശയമില്ല. ഈ ചെറിയ ഉല്ലാസയാത്ര ഒരു വലിയ സൈനിക ദുരന്തമായി മാറാതിരിക്കണമെങ്കിൽ ഡൊണാൾഡ് ട്രംപ് ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കുന്നതാണ് അമേരിക്കയ്ക്ക് നല്ലത്. ന്യൂസ് ഡെസ്ക്.